അങ്ങനെ പുലിച്ചിറ പള്ളിയിൽ പോയ രണ്ടാമത്തെ വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് 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 എന്തായാലും പള്ളിയിലെത്തിയപ്പോഴും ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചി പറഞ്ഞു, നമുക്ക് ഉപ്പും പാളയും കയറും വാങ്ങണം, അത് ഇവിടുത്തെ നേർച്ചയാണ്. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്ക് അസുഖങ്ങൾക്കൊക്കെ നേരും, ശ്വാസം മുട്ടോ പല കാര്യങ്ങൾക്കായിട്ട് നേരും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വരിയിൽ നിന്നു. ഒത്തിരി വരിയുണ്ട് കേട്ടോ. ആ വരിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്നപ്പം 40 രൂപയാണ് പാളയും കയറും ഉപ്പിന്. അങ്ങനെ അത് കൊടുത്ത് 40 രൂപ കൊടുത്തപ്പോൾ ഒരു തുണ്ട് തന്ന് അതും കൊണ്ട് നമ്മൾ മേടിക്കാൻ നിൽക്കണം. അങ്ങനെ അവിടെ വരിയിൽ ചെന്ന് നമ്മൾ അവരെ നിന്ന് പാളയും ഉപ്പും കയറും ഒക്കെ മേടിച്ച്, കുടകളുണ്ട്, പലർക്കും പല നേർച്ചയാണ് കേട്ടോ. ഒത്തിരി ജനങ്ങളാണ്, എന്തുമാത്രം ജനങ്ങളാണെന്നറിയോ. സത്യം പറയുന്നത് വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ സാധിക്കും, എല്ലാ വിശ്വാസം. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒരുപാട് തവണ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചു, നടന്നില്ല. അങ്ങനെ ഞങ്ങൾ പാളയും ഉപ്പും കയറും ഒക്കെ മേടിച്ച് ഇത് തലയെ വെച്ചുകൊണ്ടാണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോകേണ്ടത്. അങ്ങനെ അവിടെ ചെന്ന് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചതോ ഇപ്പം തന്നെ കയറാൻ കുറച്ചേ ഉള്ളൂ. അപ്പോഴാണ് പറയുന്നത് വരി അങ്ങ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പോയി നോക്കിയപ്പം ഒരു വിധത്തിലും വരി തീരുന്നില്ല. നമ്മൾ ആറ്റുവ പൊങ്കാല ഇടാൻ പോകുമ്പോൾ എങ്ങനെയാണ്, ദേവിയെ കാണാൻ പോകുമ്പം വരിയില്ലേ, അതുപോലെ ജനമാണ്. അതാ നല്ല തീ വെയിൽ. ഒന്ന് ആലോചിച്ചു, വെയിൽ ഒന്നും അറിയുന്നില്ല, എന്നാലും നല്ല വെയിലടിക്കുന്നുണ്ട്. ആളുകളെല്ലാം ഇങ്ങനെ വരിക്ക് നിൽക്കുകയാണ്. പക്ഷേ എളുപ്പം പറഞ്ഞു വിടുന്നു, 2 വരിയാണ് കേട്ടോ. അങ്ങനെ കുറേ നടന്ന് 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 ആളുകളെയൊക്കെ നോക്കി പോകണം. എല്ലാവരെയും തലയിലുണ്ട് ഉപ്പും പാളയും കയറും ഒക്കെ ആയിട്ട് എല്ലാവരും ഓരോ മനസ്സിൽ ഓരോന്ന് വിചാരിച്ച് ഓരോരുത്തരെ പ്രാർത്ഥനയാണ്. അങ്ങനെ ഞങ്ങളും മേടിച്ച് കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി വരി ചെന്നിട്ട് വേണം എടുത്ത് തലയിൽ വെച്ചിട്ട് ആളുകൾ കൂടെ വരിക്ക് നടക്കാൻ. പറഞ്ഞു തരാൻ ഒത്തിരി വോളണ്ടിയർമാർ അവിടെ നിൽപ്പുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പോലീസുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് മേളം നടക്കുന്നു. അപ്പം മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങ് ഒത്തിരി നടന്ന് ഒരേ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ആരെങ്കിലും ഇടയിൽ കൂടി കയറി എവിടെയും കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് പറ്റത്തില്ല, വരിക്ക് തന്നെ അങ്ങനേ വരണം. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ നടന്ന് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ മേടിച്ച് നടന്ന്, അപ്പോൾ എഴുന്നള്ളത്തുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു, മാതാവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒത്തിരി നടന്ന് പോലീസുകാർ നിൽക്കുന്നു, ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് പോകണം, ഒരുപാട് നടക്കണം. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടപ്പെടും. അവിടെ ചെന്ന് കാണുമ്പോൾ ഇതിന് മുമ്പ് വരാഞ്ഞ എന്തെന്ന് തോന്നി, എനിക്ക് തോന്നി മുമ്പേ വരേണ്ടതായിരുന്നു എന്ന് തോന്നി. എല്ലാ കാഴ്ചകളും ജാതി മതഭേദം ഒന്നുമില്ല, എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ. എല്ലാവരും വന്ന് ഉപ്പും പാളയും കയറും ഒക്കെ തലയിൽ ചുമന്ന്, കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. ആ വെയിലും കൊണ്ട് ഇങ്ങനെ ചുമന്ന് വരിക്ക് ആരും ഇടയെ കയറുന്നില്ല കേട്ടോ. ഉള്ള കാര്യം പറയില്ല, ആരും ഇടയെ കയറുന്നില്ല. എല്ലാവരും വരിക്ക് തന്നെ പോയി നിൽക്കുന്നു. ഇപ്പം അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ അന്നദാനം ഉണ്ടെങ്കിൽ ഇടയിൽ കയറക്കണം, അവിടെ അടിയാണ്, ഇടയിൽ കയറി നിന്ന് വരുന്നത്. പക്ഷേ ഇതങ്ങനെയില്ല കേട്ടോ. അവസാനം എത്ര കാല് വയ്യാത്തവരായാലും കൈ വയ്യാത്തവരായാലും എല്ലാവരും നടന്ന് അവസാനത്തെ വരിയിൽ പോയി നിന്ന് ആരും ഇടയിൽ കയറി നിൽക്കത്തില്ല കേട്ടോ. അങ്ങനെ നടന്ന് തന്നെ പോണതാണ്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നടന്നു. ഞാൻ വിചാരിച്ച ദൈവമേ, നടന്നിട്ട് ഇത്രയും എത്തുന്നില്ലല്ലോ. കുറേ ഉണ്ട്, ആളുകളിങ്ങനെ വരിക്ക് നിൽക്കുക. അത് നല്ല വെയിലും ഉണ്ട്, നിയന്ത്രിക്കാൻ ഒത്തിരി ആളുകളും ഉണ്ട് കേട്ടോ. വോളണ്ടിയർമാർ ഒത്തിരി ഉണ്ട്. പക്ഷെ ആരും വരി തെറ്റിച്ച് കയറുന്നില്ല കേട്ടോ. ആരും ഇടയിൽ കയറി നിൽക്കുന്നില്ല. എല്ലാവരും നടന്ന് അവസാനത്തെ വരിയിൽ പോയി നിൽക്കും. പ്രായമുള്ളൊരു അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരും നടന്ന് ആരല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും എടുത്ത് എന്നെയും കൂടി ഇച്ചിരി നിർത്തുമെന്ന് നോക്കിയില്ല. അവരാരും അങ്ങനെ ചെയ്തില്ല. എല്ലാവരും നടന്ന് ആ വരി അവസാനം പോയി നിന്നാണ് പോയത്. ഇപ്പം നമ്മൾ അമ്പലമൊക്കെയാണ്, അമ്പലത്തിലൊക്കെ അന്നദാനത്തിനൊക്കെ പോയാൽ ഒരാൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് എന്നെയും കൂടി നിർത്താമെന്ന് പറഞ്ഞ് അവരും കൂടി അതിൻ്റെ ഇടയിൽ കയറി എന്നാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ പ്രശ്നമുണ്ടെങ്കിൽ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഉപ്പും പാളയും കയറും ചുമന്ന് തലയിൽ വെച്ചുകൊണ്ട് തന്നെ വരിക്ക് മാതാവിൻ്റെ അടുത്ത് പോണത്. എന്തുമാത്രം ജനം! അത് ഉച്ചയായപ്പോൾ നല്ല വെയിൽ, ഒരു 12:30 സമയമാണ്. നല്ല തീ വെയിലെന്ന് വെച്ചാൽ അത്രയ്ക്ക് തീ വെയിലാണ്. ആ വെയിലൊന്നും നമ്മൾ അറിയത്തില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ കണ്ട് ആളുകളെയൊക്കെ നോക്കി. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പൊടി കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ ഉണ്ട് തലയിൽ വെച്ച്. അവരും ഒരു സന്തോഷം. എല്ലാവരും പിന്നെ തലയിൽ പാളയും ഉപ്പും പിന്നെ കയറുമായിട്ട് ചുമന്നുകൊണ്ട് പോകണം. അത് കണക്ക് കുഞ്ഞുങ്ങളും കണ്ട്, ഇതെല്ലാം കുഞ്ഞുങ്ങളും നോക്കുക, ഞാനും നോക്കിയാണ്. ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. അങ്ങനെ എന്തായാലും എൻ്റെ മനസ്സിനൊരു സന്തോഷം തോന്നി കേട്ടോ. ഒക്കുന്നവരൊക്കെ ഇവിടെ വരണം, കാണാത്തവർ വന്ന് കാണണം. നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും കേട്ടോ. ഇനി അടുത്ത വർഷം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, വന്ന് കാണണം എന്നാണ്.
വരി കുറേശ്ശെ നീങ്ങുള്ളൂ കേട്ടോ. നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയിട്ട് അമ്മയെ കാണാൻ തൊഴുവാൻ നിൽക്കുമ്പോൾ ഭയങ്കര ജനപ്രവാഹമാണ്, കുറേശ്ശെ വരി. അതുപോലെയാണ് വരി ഇങ്ങനെ പോണത് ആളുകൾ. പക്ഷെ ആരും ഇടയ്ക്കൊന്നും കയറില്ല കേട്ടോ. എല്ലാവരും നല്ല സൈലൻ്റായിട്ട് വായോ ബഹളോ ഒന്നുമില്ല, നല്ല ഒരുമയോടെയാണ് പോണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ചെന്ന് തൊഴുത് മാതാവിനെ കണ്ട് തൊഴുത് വരുമ്പോൾ ഒരു മനസ്സിന് ഓരോരുത്തരെ പ്രാർത്ഥന, ഓരോരുത്തർ ഓരോ നേർച്ചയാണ്, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്കാണ് നേറുന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നേർന്നില്ലായിരുന്നു എന്തോ. അപ്പോൾ നമ്മളും അവരെ കൂടെ ഉപ്പും പാളയൊക്കെ മേടിച്ച് നമ്മളും ചുമന്ന് മനസ്സിൽ അപ്പോഴും തന്നെ എന്തോ മനസ്സിൽ നമ്മൾക്ക് പറയാനുള്ളത് വിചാരിച്ചു. ഭഗവാനീ മാതാവേ എന്ന് പറഞ്ഞ് നമ്മൾ തൊഴുതു. അവിടെ ചെന്നപ്പം തൊഴുത് മാതാവിനെ കണ്ട് തൊഴുതിറങ്ങിയപ്പം അവിടെ നമുക്കൊരു പ്രസാദം തരും. ചാക്കരി വറുത്ത് പൊടിച്ചതാണ്, ശർക്കരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒരു കരണ്ടി നമുക്ക് കയ്യിൽ പ്രസാദമായിട്ട് തരും. അത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ യേശുദേവൻ്റെ അടുത്ത് പോയി അവിടെയൊക്കെ കറങ്ങി തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ ബൈബിൾ ഇരിപ്പുണ്ട്, അത് ഒന്ന് വായിച്ച് നോക്കി. ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം, ഞാനിതുവരെ ബൈബിൾ വായിച്ചിട്ടില്ല. അങ്ങനെ അത് വായിച്ച് നോക്കി. അങ്ങനെ അവിടെ എല്ലാം നിന്നു വീഡിയോ ഒക്കെ എടുത്ത് മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നി കേട്ടോ. ഇനിയും അടുത്ത വർഷം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും വരണം, വന്ന് കാണണം കാണാത്തവർ.